ആളുകൾ മോഹിക്കുന്നത് അപ്പോസ്തലനാകാനാണ്, പ്രവാചകനാകാൻ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. പല പല രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കരസ്മാറ്റിക് പെന്തിക്കോസ്ത് കോളത്തിൽ. അപ്പോസ്തലനായ ഇന്നാര്, പ്രവാചകനായ ഇന്നാര്, അവരെ ആരെയും ഞാൻ ബഹുമാനിക്കുന്നില്ല. അവർ പലരും വീണ്ടും ജനിച്ചവർ പോലുമല്ല. അസന്തുലിതമായ ക്രിസ്ത്യാനികൾ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം ഇന്ന് ഭൂമിയിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ കാരണം. ഇനിയും നാം സംസാരിച്ചുകൊണ്ടിരുന്ന 1 കൊരിന്തി 12-ാം അധ്യായം, അവിടെ മറ്റ് ചില വരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 1 കൊരിന്തി 12:28. ഒന്നാമത് അപ്പോസ്തലന്മാർ. നോക്കൂ, ഇതിലേത് ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, അത് സഭയുടെ ഭരണകാര്യങ്ങൾ നോക്കാൻ, അതുപോലെ വിവിധ ഭാഷാ വരം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇതിലേതെങ്കിലും എന്താകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയാം, സഹായത്തിനുള്ള വരം. ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സഹായിക്കാനുള്ള ഈ വരം കർത്താവ് എനിക്ക് തരണേ. അതിനായിട്ടുള്ള ആഗ്രഹം കാണാറില്ല. അവരുടെ ആഗ്രഹം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ആകാനാണ്. കാരണം മാനം. അവരന്വേഷിക്കുന്ന ഒരു വരമല്ല, അവരന്വേഷിക്കുന്നത് മാനമാണ്, സഭയിലുള്ള മാനം. ഇതാണ് അനേക സഭകളെയും അനേക ക്രിസ്തീയ നേതാക്കളെയും നശിപ്പിച്ചു കളഞ്ഞത്. അവർ മാനം അന്വേഷിക്കുകയാണ്. അവരെങ്ങനെങ്കിലും സ്വർഗത്തിലെത്തിയാൽ അതിന് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഞെട്ടലാവും. എനിക്ക് വലിയ സംശയമാണ് മനുഷ്യനെ മാനം അന്വേഷിക്കുന്നവർ സ്വർഗത്തിലെത്തുമോ എന്നുള്ള കാര്യം. എൻ്റെ വിശ്വാസമാണ്, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും വിശ്വസിക്കുന്നത്. മാനം അന്വേഷിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാർ, ഞാൻ ഗൗരവമായിട്ട് സംശയിക്കുന്നു അവർ സ്വർഗരാജ്യത്തിൽ എത്തുമോ എന്നുള്ള കാര്യം. അവർ നരകത്തിലേക്ക് പോയാൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം നിഗളം ദൈവം എതിർക്കുന്ന ഒരു കാര്യമാണ്, മറ്റേത് പാപത്തെക്കാളും അധികം. എന്നാൽ സഭയിൽ ഒരുത്തൻ നിഗളിയും മാനം ആഗ്രഹിക്കുന്നവനുമാണെങ്കിൽ ദൈവവചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അവനെ എതിർത്തുകൊണ്ടേയിരിക്കും അവൻ നരകത്തിൽ എത്തുന്നത് വരെ. എനിക്ക് സംശയമില്ല. കാരണം കർത്താവ് പറയും, ആദ്യമായിട്ട് നിഗളിച്ച ആ നേതാവ് അവിടെയാണ് വസിക്കുന്നത്. ആ പിശാച് നിഗളിച്ചാണ് അവൻ പിശാചായത്. അവനോട് നിങ്ങൾക്ക് ചേരണോ? നിങ്ങളുടെ നിഗളവുമായിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അവനെ നിങ്ങൾക്ക് അനുഭവിക്കാം. അത് CFCയിലും സംഭവിക്കാം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് നിങ്ങളിൽ ആർക്കും സംഭവിക്കാം. ചില വരം നിനക്കുണ്ട്, നീ അതിൽ നിഗളിയായിരിക്കാം. മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കുന്നതാകാം. ചില കാര്യങ്ങൾ കാരണം ആളുകൾ നിന്നെ ഉന്നതമായിട്ട് കരുതുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ താഴ്മയുള്ള സഹോദരൻ അത് തന്നെ നിന്നെ നിഗളിയാക്കാം. വളരെ താഴ്മയുള്ള ഒരു സഹോദരി, വളരെ സഹായി, ഇങ്ങനെയുള്ള ഏത് ചവറും നിനക്കത് വരില്ലെന്ന് നീ ചിന്തിക്കരുത്. CFCയിലുള്ള സഹോദരന്മാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. പ്രത്യേകിച്ച് അവർ മറ്റുള്ളവരെ നോക്കി പറയും, ഞാൻ ഇതുപോലല്ല. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറ്റ് സഭയിലുള്ള ആളുകളെ നോക്കി ഞാൻ നിങ്ങളെ പോലെ അല്ലെന്ന് നീ പറയാറുണ്ടോ? ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ 2 മനുഷ്യരുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, കാരണം ഞാൻ ഇവനെ പോലല്ല, അവിടെ നിൽക്കുന്ന അവനെ പോലെ. എന്നാൽ ഈ ആത്മാവ് നിന്റെ ഉള്ളിലും ഉണ്ടാകാം. കർത്താവെ, ആ സഭയിലുള്ള ആ ആളെ പോലെയല്ല ഞാൻ NCCF പോകുന്ന ആളാണ്. നിനക്ക് സത്യമറിയാമെങ്കിൽ മറ്റാരേക്കാളും താഴ്മയുള്ളവൻ നീ ആയിരിക്കണമായിരുന്നു. ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമാണ് ഈ മരങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഈ മരങ്ങൾ അതിൽ ധാരാളം ഫലം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഏത് കൊമ്പാണ് സാധാരണ ഉയർന്നു നിൽക്കുന്നതും ഏത് കൊമ്പാണ് സാധാരണ താഴ്ന്നു നിൽക്കുന്നതും? നിങ്ങൾ പറയുക. ഒരു കൊമ്പിൽ കൂടുതൽ ഫലമുണ്ടെങ്കിൽ ആ കൊമ്പ് എപ്പോഴും വളരെ താഴ്ന്നായിരിക്കും. ഒരു ഫലവുമില്ലാത്ത കൊമ്പായിരിക്കും എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. കാരണം ആ ഫലത്തിൻ്റെ ഭാരം ആ കൊമ്പിനെ താഴ്ത്തി നിർത്തും. സഭയിൽ കൂടുതൽ ഫലമുള്ളവരാണ് എപ്പോഴും വളരെ താഴ്മയുള്ളവർ. മറ്റേതൊക്കെ വെറും അറിവാണ്. കൂടുതൽ ഫലം നിന്നെ താഴ്മയുള്ളവനാക്കും. നിങ്ങൾക്ക് കൂടുതൽ വരമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ വരങ്ങൾ മാനുഷിക കഴിവല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിങ്ങളെ കൂടുതൽ താഴ്മയുള്ളവനാക്കിക്കൊണ്ടിരിക്കും. കാരണം അങ്ങനെ ഒരാൾ തന്നെ എപ്പോഴും യേശുവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവനുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നതാണ്.
കർത്താവെ, ഞാൻ അവിടുത്തെ കാൽച്ചുവടുകളിലാണോ നടക്കുന്നത്? ഈ വരങ്ങളൊക്കെ നിങ്ങൾക്ക് മാനം കൊണ്ടുതരാം. അപ്പോസ്തലന്മാർ, പ്രവാചകർ, ഉപദേഷ്ടാവ്, വീര്യപ്രവൃത്തി ചെയ്യുന്നവർ, രോഗസൗഖ്യത്തിൻ്റെ വരം, ഒരു സഭയെ പരിപാലിക്കുന്നത്, അന്യഭാഷ പറയുന്നത്, ഭാഷകൾ വ്യാഖ്യാനിക്കുന്നത്. ഈ 28-ാം വാക്യത്തിൽ പറയുന്ന വരങ്ങളിൽ ഒരു വരം മാത്രമേ നിങ്ങൾക്ക് മാനം തരാതുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനവും ലഭിക്കില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സഹായത്തിനുള്ള വരം. ആരും കാണാതെ സഹായിക്കുന്നവൻ. സഹായിച്ചത് ആരാന്ന് അറിയിക്കാതെ ഒരാളെ സഹായിക്കുന്നത്. ആരും അറിയാതെ വളരെ രഹസ്യമായി. അതാണ് യേശു പറഞ്ഞ ഇതിൻ്റെ അർത്ഥം. നിന്റെ വലതു കൈ ചെയ്യുന്ന എന്തെന്ന് നിന്റെ ഇടത് കൈ അറിയരുത്. കർത്താവിൻ്റെ ശരീരത്തിൽ ഇവിടെ ഒരാൾ ഒരു വലതു കൈയാണ്. അവൻ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു. അവൻ ചെയ്തത് മറ്റാരും അറിയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരാളെ സഹായിക്കുന്ന അത്ര അത്ഭുതകരമാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നു. എന്നാൽ അവനറിയത്തില്ല നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. മിക്കവാറും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന് സൗഖ്യം ലഭിച്ചാൽ നാം പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടിയിലുള്ള ആഗ്രഹം, എങ്ങനെങ്കിലും അല്പം മഹത്വം എനിക്ക് ലഭിക്കണം. സഭയിൽ ശുശ്രൂഷിക്കുമ്പം എത്രമാത്രം മാനം നാം ആഗ്രഹിക്കുന്നുണ്ട്. ഒരേ ഒരാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. തന്നെ എപ്പോഴും വിധിക്കുന്ന ഒരാൾക്ക് മാത്രം. ഞാനിത് പറയുന്നത് 50 കൊല്ലത്തെ അനുഭവത്തിൽ നിന്നാണ്. CFC തുടങ്ങിയിട്ട് 47 വർഷമായി. ഈ നാളുകളിലെല്ലാം നിരന്തരമായിട്ട് ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ടിരുന്നു. ദൈവം എൻ്റെ സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ വിധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മാത്രമേ എനിക്ക് യേശുവിൻ്റെ കാൽപ്പാടുകളെ നോക്കി പിൻഗമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. താഴ്മയുടെയും നുറുക്കത്തിൻ്റെയും ആ കാൽപ്പാടുകൾ. എൻ്റെ പ്രിയ സഹോദരീസന്മാരെ, നിങ്ങളെല്ലാവരും ഈ സഹായത്തിനുള്ള വരം അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരും അറിയാതെയുള്ള സഹായം. അങ്ങനെ സഹായിക്കുക. നിന്റെ ഇടത് കൈ ചെയ്യുന്ന എന്താണെന്ന് വലത് കൈ അറിയാതെ ഇരിക്കട്ടെ. അതിലും നല്ലത് വലത് കൈ ചെയ്തതിൻ്റെ മഹത്വം ഇടത് കൈക്ക് കിട്ടട്ടെ. നീ ഒരു കാര്യം ചെയ്തു, മറ്റവൻ ചിന്തിക്കുന്നു, വേറൊരാൾ എന്നെ സഹായിച്ചത്, മറ്റൊരാളാണ് സമ്മാനം വീട്ടുപടിക്ക് വെച്ചത്. നീ എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ ഒരാൾക്കൊരു കാര്യം ചെയ്തു, അവൻ ചിന്തിക്കുന്നു വേറൊരാളാണെന്ന്. നീ സന്തോഷത്തോടെ പറയണം, ഹല്ലേലൂയ, നന്ദി കർത്താവേ, ഞാനാ അത് ചെയ്തെന്ന് അവൻ അറിഞ്ഞില്ലല്ലോ. അതിൻ്റെ മഹത്വം അവൻ വേറൊരാൾക്ക് കൊടുത്തു. ദൈവമേ നന്ദി. എൻ്റെ വലത് കൈ എന്നതെന്ന് ഇടത് കൈക്ക് അറിയത്തില്ല. സഹായിക്കാനുള്ള വരം വലിയ ഒരു ശുശ്രൂഷയാണ്. അത് മോഹിക്കുക, തീവ്രമായി അത് മോഹിക്കുക. ദൈവവചനം പങ്കുവെക്കാനുള്ള ആ കൃപാവരം അത് മോഹിക്കരുതെന്നല്ല ഞാൻ പറയുന്നു. 1 കൊരിന്ത്യർ 14:1 പ്രവചനപരം വാഞ്ചിക്കാനായിട്ട് പറയുന്നു. എന്നാൽ അതിനു മുമ്പ് പറയുന്ന സ്നേഹം ആചരിക്കാനാണ്. സ്നേഹം നിങ്ങൾ ആചരിക്കുന്നില്ലെങ്കിൽ പ്രവചനപരത്തിനായിട്ട് നിങ്ങൾ വാഞ്ചിക്കരുത്. നീ മാനമാരുക അന്വേഷിക്കുന്നു. മറ്റൊരു വാക്കിൽ, നീ ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, അവനെ ഉത്സാഹിപ്പിക്കാനായിട്ടൊരു വാക്ക് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രവചനം. എന്താണ് പ്രവചനം? 1 കൊരിന്ത്യർ 14:3 പ്രവചനപരമെന്ന് പറഞ്ഞാൽ ഒരാളോട് സംസാരിക്കുന്നതാണ്. 3 കാര്യത്തിനായി: ആത്മീയ വർധനയ്ക്ക്, പ്രബോധനത്തിനും ആശ്വാസത്തിനും. അതാണ് പ്രവചനം. പ്രവചനത്തിന് നിങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ടെലിഫോണിൽ കൂടെ നിങ്ങൾക്ക് പ്രവചിക്കാം. ഒരു ഇമെയിൽ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് പ്രവചിക്കാം. നിന്റെ വീട്ടിൽ വന്ന ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിനക്ക് പ്രവചിക്കാം. നീ കടയിൽ ഒരാളെ കണ്ടു, അവനോട് സംസാരിക്കുന്ന ഒരു പ്രവചനമാകാം. എന്താണ് പ്രവചനം? ഒരാളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക്, ആത്മീയ വർധന ഉണ്ടാക്കുന്ന ഒരു വാക്ക്, അല്ലെ ഒരുത്തനെ പ്രബോധിപ്പിക്കുന്ന ഒരു വാക്ക്. അവൻ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. ഒരു വാചകം, അതാണ് പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആത്മീയ ഭാഷയല്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക്, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക്, ആത്മീയ വർധന ഉണ്ടാക്കുന്ന വാക്ക്. നമുക്കെല്ലാവർക്കും അത് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് അത് ചെയ്യുക. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഉത്സാഹിപ്പിക്കുക. അവർക്ക് ആത്മീയ വർധന വരുത്തുക. അവരെ ശകാരിക്കുകയും വഴക്ക് പറയുകയുമല്ല, അവരെ ഉത്സാഹിപ്പിക്കുക. അതൊരു വലിയ ശുശ്രൂഷയാണ്. നമുക്കെല്ലാവർക്കും ചെയ്യാം. നമ്മുടെ വീട്ടിൽ അത് തുടങ്ങുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്. പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുക. എപ്പോഴും അവരെ തർജ്ജനം ചെയ്യാതെ. ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ഉത്സാഹിപ്പിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതൊരു വലിയ വരമാണ്. അതിനുവേണ്ടി അന്വേഷിക്കുക. പ്രത്യേകിച്ച് പ്രവചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം എബ്രായർ 3 മനോഹരമായ ഒരു വാക്യമുണ്ട്. എബ്രായർ 3:13 വാക്യം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയുന്ന ദൈവവചനത്തിൽ ഒന്നാണിത്. എന്നാൽ ഏതെങ്കിലും ക്രിസ്ത്യാനി ഇത് എല്ലാ ദിവസവും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും ചെയ്യാൻ. ഒരു വാക്കിലോ ഒരു ഇമെയിൽ കൂടെയോ ഒക്കെ. എന്താണത്? എല്ലാ ദിവസവും ആരെയെങ്കിലും ഉത്സാഹിപ്പിക്കുക. നിങ്ങൾ ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ. ഇവിടെ പറയുന്നത് അത് എല്ലാ ദിവസവും ചെയ്യണമെന്നാണ്. ഇന്ന് എന്ന് പറയുന്നിടത്തോളം കാലം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും ഒരു ദിവസം നിന്റെ ജീവിതം തീരും, പിന്നൊരു ഇന്നുണ്ടായിരിക്കുകയില്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ഇല്ലാതെ നിന്റെ ജീവിതം ഒരിക്കൽ അവസാനിക്കും. അത് തീരും. അതുകൊണ്ട് ഇന്നെന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത്തോളം എന്ന് പറഞ്ഞാൽ നീ ജീവനോടെ ഈ ഭൂമിയിലിരിക്കുന്ന സമയം, ഇന്നീ ദിവസം നീ ആരെയെങ്കിലും പ്രബോധിപ്പിക്കുക. കാരണം അത് ആ മനുഷ്യനെ രക്ഷിക്കാനിടയാവും. അവൻ്റെ ഹൃദയം പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിപ്പാൻ. കഠിനപ്പെട്ടു പോകുന്നതിൽ നിന്ന് നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നീ ആഗ്രഹിക്കുന്നു, അവളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ പറയാം, എൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഇത്ര കഠിനയായിരിക്കുന്നത്? കാരണം നീ ഒരിക്കലും അവളെ ഉത്സാഹിപ്പിച്ചില്ല. നിങ്ങളുടെ ഭാര്യയോടുകൂടെ 10,000 ദിവസം ജീവിച്ചെങ്കിൽ 10,000 പ്രാവശ്യം നിങ്ങളവളെ ഉത്സാഹിപ്പിക്കണമായിരുന്നു. അത് ദീർഘസമയമല്ല. 3 കൊല്ലം 1000 ദിവസമാണ്. അതുകൊണ്ട് 30 കൊല്ലം എന്ന് പറഞ്ഞാൽ 10,000 ദിവസത്തിൽ കൂടുതലാണ്. 15,000 ദിവസം മുമ്പാണ് ഞാൻ എൻ്റെ ഭാര്യ വിവാഹം കഴിച്ചത്. ആരംഭത്തിൽ എങ്ങനെ ഉത്സാഹിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. ഒരു ചിരിയിലൂടെ നിങ്ങൾക്ക് ഉത്സാഹിപ്പിക്കാം. മദർ തെരേസയുടെ ഒരു ഉപദേശമായിരുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നേരെ പുഞ്ചിരിക്കുക, ഭാര്യമാർ ഭർത്താവിന് നേരെ പുഞ്ചിരിക്കണം. നിങ്ങൾ ചെയ്യാറുണ്ടോ? അതോ ഭാര്യമാർക്ക് നേരെ നിങ്ങൾ മുഖം വീർപ്പിക്കുകയാണോ? പുഞ്ചിരിയിൽ കൂടെ നിങ്ങൾക്ക് ഉത്സാഹിപ്പിക്കാൻ കഴിയും. സത്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പിതാക്കന്മാരെ വല്ലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിക്കുക. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും. അതിനെ തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. അവരെ ഉത്സാഹിപ്പിക്കുക. നമുക്ക് തമ്മിൽ ഉത്സാഹിപ്പിക്കാം. കാരണം അവൻ്റെ ഹൃദയം കഠിനപ്പെടാതെ നിങ്ങൾക്ക് അവനെ രക്ഷിക്കാനായിട്ട് കഴിയും. പാപത്തിൻ്റെ ആ ചതിയാൽ. നമ്മുടെ പോരാട്ടം പിശാചിനോടാണ്, നമ്മൾ തമ്മിലല്ല. ഈ സഭയിലുള്ള ആരോടും നിങ്ങൾക്കൊരു മത്സരമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ നല്ലവനാണെന്ന് കാണിക്കാനോ നിന്റെ കുടുംബം നല്ലതാണെന്ന് കാണിക്കാനോ ഇതുപോലുള്ള ചവറ്. നാം പിശാചിനാണ് എതിര്. കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് നിവർന്ന് നടക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിലുള്ള അസന്തുലിതാവസ്ഥ എന്നെ കാണിക്കണമേ. ഒരു കാലിനേക്കാൾ വലിയൊരു കാലുമായി ജീവിക്കുന്നത്. കർത്താവെ, ഒരുമിച്ച് മുന്നേറാനായിട്ട് സഹായിക്കണേ. ആമേൻ.